ഹലോ ഗൈസ്, എല്ലാവർക്കും ക്യാച്ച് എ ഫിഷിലേക്ക് സ്വാഗതം. ഗൈസ്, ഈ കാണുന്നത് കടലിലെ ആനച്ചൊറി എന്നറിയപ്പെടുന്ന വലിയ ജെലി ഫിഷിന്റെ ഒരു കുഞ്ഞാണ് കേട്ടോ. ഇതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുള്ള പാറയുടെ ഇടുക്കിൽ 2 ലോബ്സ്റ്ററിന്റെ കൊമ്പ് കണ്ടിട്ടുണ്ട്. ഇതിനെ പിടിക്കണമെങ്കിൽ തന്നെ കയ്യിൽ ഗ്ലൗസ് വേണം, അല്ലെങ്കിൽ കൈ ഫുള്ള് കീറും. അതിനായിട്ട് നമ്മൾ ഗ്ലൗസ് മേടിക്കാനായിട്ട് ഈ ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. സബിക്ക് പറ്റിയ എല്ലാ കളറിലുള്ള മിനുക്കും ഇവിടെ ഉണ്ട്, അടിപൊളി. അപ്പോൾ നമ്മൾ തിരിച്ച് ഗ്ലൗസ് ഒക്കെ ആയിട്ട് നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. കയ്യെന്ന് കാണിച്ചോ. ഈ പാറ ഇടിക്കുന്നതൊക്കെ ലോബ്സ്റ്ററിനെ എടുക്കുക എന്നുള്ളത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് കേട്ടോ. കാരണം പെട്ടെന്നായിരിക്കും തിരയടിക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട കാര്യം, ഈ പാറ ഫുള്ള് നല്ല വഴുക്കലാണ്, ഫുള്ള് പായലാണ്. ഗ്ലൗസിനോടൊപ്പം തന്നെ നമ്മൾ കടലിലിറങ്ങാൻ വേണ്ടി പ്രത്യേകം ഡ്രസ്സൊക്കെ കരുതണം, കാരണം നല്ല രീതിയിൽ നനഞ്ഞ് കുളിക്കും. അപ്പോൾ നമ്മുടെ ഷാനവാസ് ബ്രോയ്ക്ക് ഒരു കമ്പനിയായിട്ട് വേറെ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മളും ചാടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ. കുറച്ച് കടലടി കൂടിയ ഏരിയസിലോട്ടാണ് നമ്മുടെ ബ്രോ പോയി നിൽക്കുന്നത് കേട്ടോ. കുറച്ച് റിസ്ക് കൂടുതലാണ് ഈ ഏരിയസിൽ. ഈ കാണുന്ന ഏരിയസിലൊക്കെ കടൽ കുറച്ചൊന്ന് ബാക്കിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്നാലും നമ്മളെ ബാക്കിലോട്ട് എപ്പോഴും ഒരു കണ്ണ് വേണം. ഏത് നിമിഷം വേണമെങ്കിലും വലിയൊരു തിരവെന്ന് അടിക്കുക. നമ്മുടെ ഷാനവാസ് ബ്രോ അവിടെ ഒരു 5-6 ലോബ്സ്റ്ററിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ കടലൊന്ന് കുറഞ്ഞാൽ മാത്രമേ ആശാനത് എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. നല്ല രീതിയിൽ തിര അടിക്കുന്നുണ്ട്. സ്പോട്ടിലുണ്ടായിരുന്ന ഒരു വലിയ ലോബ്സ്റ്ററിൻ്റെ ഫ്രണ്ടിലത്തെ കൊമ്പാണ് ഈ സാധനം. തിര അടിച്ചതും സാധനം ഉള്ളിലേക്ക് വലിഞ്ഞു കളഞ്ഞു. ഷാനവാസിന് കൊമ്പ് മാത്രമേ കൈ കിട്ടിയുള്ളൂ. ഗൈസ്, അപ്പം നമ്മളെ ബ്രോ ഒറ്റ ഇതിൽ തന്നെ 2 ലോബ്സ്റ്ററിനെ എടുത്തുകൊണ്ടാണ് വരുന്നത്. ഇതാണ് ആ സാധനം. ഐറ്റം എന്ന് പറഞ്ഞാൽ നല്ല കളറൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. ഈ ഒരു ഐറ്റത്തിൻ്റെ പിറം ഫുള്ള് അരങ്ങണക്കാണ് കേട്ടോ. ഫുള്ള് മുള്ളാണ്. ഇതിൻ്റെ ഈ ഫ്രണ്ടിലത്തെ മീശയിലൊക്കെ നിറയെ മുള്ള് കണക്കുള്ള സംഗതികളുണ്ട്. ഇതിൻ്റെ ഈ സൈഡിലും ഫുള്ള് മുള്ള് കണക്കുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത് വെച്ച് ഇത് അടിക്കുകയാണെങ്കിൽ കയ്യിൽ മുറിവുണ്ടാവും. അയ്യവാനി നല്ല പൊളി സാധനം. അടിപൊളി. ഈ ഒരു ഗ്യാപ്പിൽ ഒരു ആളിരിപ്പുണ്ട്. അടിപൊളി അടിപൊളി. ഓ, കാരണം ഇതാണ് കൊണ്ട് നമ്മൾ ആ അടിയിൽ ഗൈസ്, നമ്മളെ ലോബ്സ്റ്ററിന്റെ ഡീറ്റെയിൽഡ് വ്യൂ കാണിച്ചു തരാം. മുള്ളു കണ്ടായില്ലേ? ഈ ഐറ്റത്തിന് മാർക്കറ്റിൽ നല്ല അന്തം വിട്ട വിലയാണ് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ചെറിയ സൈസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിന് നല്ല വലിയ സൈസുണ്ട്. ഇവിടെ കിടന്ന ആരുടെയോ ഒരു കീറിയ തുണിയും ഒരു കുപ്പിയായിട്ട് നമ്മളെ ഷാനവാസ് ബ്രോ കടലിലേക്ക് പോയിട്ടുണ്ട്. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കടൽ വെള്ളം വെച്ച് നനച്ച തുണിയിൽ ലോബ്സ്റ്ററിനെ റാപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ചാവാതെ സൂക്ഷിക്കാൻ കഴിയും കേട്ടോ. ഇതാരത്? ചാടിക്കളയോ? ഭയങ്കര തടവൊക്കെ ഇത് കടവി സ്ക്രാച്ച് ആണോ കൈ? അവിടെ ഇരുന്നോളൂ.
തന്നെ ഇരിക്കട്ടെ. നമ്മളെ ആവശ്യത്തിനായിട്ട് കുറച്ച് ലോബ്സ്റ്ററിനെ നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമ്മളിവിടെ തൊട്ടടുത്തുള്ള ഒരു റിസോർട്ടിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. എന്തായാലും ഇന്നത്തെ വെറൈറ്റി ക്യാച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസായിട്ട് ഇനിയും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.